ചെമ്മീനും മുരിങ്ങക്കായും കൊണ്ട് ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? മുരിങ്ങക്കായ ചെമ്മീൻ തീയലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതാ ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസ് ചെറിയുള്ളിയാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടെ നല്ലത് ചെറിയുള്ളിയാന്ന് മാത്രം. അപ്പോൾ അതവിടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ചെറിയുള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കൊരു 3 പച്ചമുളക് ഇതുപോലെ നെടുവെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കറിയുടെ മെയിൻ താരമായ മുരിങ്ങക്കായ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇളയ മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് കറി ഒരു ഹാഫ് കുക്ക് ആവുന്ന സമയത്താട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീന് കുറച്ച് വേവുണ്ടല്ലോ, അതൊന്ന് പകുതി വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയെ. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് വീണ്ടും നമ്മളൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില അതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി മുള്ളി മസാല അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കാറ്. അത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ആ പൊടിയുടെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഈ കറി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റിന് ശേഷം അടപ്പൊക്കെ തുറന്നിട്ട് നമ്മളൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി കുറച്ച് തിളച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇതൊരു വെള്ളം പോലെയുള്ള കറിയല്ല കേട്ടോ, കുറച്ചൊരു കുറുകിയ കറിയാണേ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കറിയൊക്കെ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇളയ മുരിങ്ങക്കായാണ് കേട്ടോ ഏറ്റവും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ നമുക്ക് കഴിക്കാനും നല്ലത് അത് തന്നെയാണ്. ഇനി ഈ കറിയിലേക്ക് ആ മുരിങ്ങക്കായയുടെയും ചെമ്മീൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങാനുണ്ട്. മുരിങ്ങക്കായൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറും. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിലേക്ക് പിടിച്ചിട്ട് നല്ല രുചിയായിരിക്കും മുരിങ്ങക്കായ അതിൽ നിന്നും എടുത്ത് കഴിക്കാൻ. ഞാൻ സ്വതവേ മുരിങ്ങക്കായ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. പച്ചക്കറിയിലൊക്കെ ഇട്ടാലും എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ ഒരു ചെമ്മീനിലിട്ട് ഇത് വെക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ട്. ആ ചെമ്മീൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും മുരിങ്ങക്കായും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ലൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ഉപ്പേരിയോ ഒന്നും വേണമെന്നില്ല. നല്ല ഈ കറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റും കേട്ടോ ലഞ്ചിന്. അതുപോലെ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും.
ഇത് തണുക്കുന്ന സമയത്ത് നല്ല കുറുകി വരും, നല്ല ടേസ്റ്റി ആയി വരും. അപ്പോൾ ഇത്രയുള്ള നല്ല ഈസി ആയിട്ടുള്ള നമ്മളെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.